നമസ്കാരം, ശ്രീധരയാണ്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന്റെ പുറത്തുനിന്ന് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, പത്മവിഭൂഷൺ ആദ്യം നൽകേണ്ടത് മമ്മൂട്ടിക്ക് ആണെന്നാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഈ സമയം ഈ ഒരു വിഷയം ഉന്നയിച്ചെടുക്കേണ്ട ആവശ്യം എന്താണ്? ഈ വിഷയം ആരുടെ മനസ്സിലോട്ടൊക്കെ കത്തിച്ച് കയറ്റാനാണ്? എന്തുകൊണ്ടാണ് ഈ വിഷയം ഇപ്പൊ എടുത്തിട്ടത് എന്നതിനെ കുറിച്ച് പലരും ചിന്തിക്കണം. അതൊക്കെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഈ ഒരു വിവാദം എടുത്തിടേണ്ട ആവശ്യമുണ്ടായത്? അപ്പൊ വി.ഡി. സതീശനോട് ചോദിക്കാനുള്ള ഒരു കാര്യം മറ്റൊന്നുമല്ല. 2004-ലും 2009-ലൊക്കെ 10 വർഷം തുടർച്ചയായിട്ട് ഭരിച്ചത് നിങ്ങളുടെയൊക്കെ പറഞ്ഞ കോൺഗ്രസ് സർക്കാരാണ്. കോൺഗ്രസ് സർക്കാരിൽ മലയാളിയായ മമ്മൂട്ടി ജീവിക്കണ കേരളത്തിൽ നിന്നുള്ള 8-9 മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾക്ക് അന്ന് ഈ പത്മവിഭൂഷൺ കിട്ടേണ്ട ആളാണ് മമ്മൂട്ടി എന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നലുണ്ടായില്ല? 1998-ൽ പത്മശ്രീ മമ്മൂട്ടിക്ക് കിട്ടിയതും അത് നോമിനേറ്റ് ചെയ്തതും തമിഴ്നാട് സർക്കാരായിരുന്നു. അന്നും കേരളത്തിൽ മമ്മൂട്ടിക്ക് പത്മശ്രീ കിട്ടണമെന്നുള്ള തോന്നലുണ്ടായിരുന്നില്ല. എന്നിട്ട് ഈ വിഷയം ഇപ്പോൾ ഇതേ സമയം എടുത്തിട്ട് ആരുടെ മനസ്സിലോട്ടൊക്കെയാണ് നിങ്ങൾ തീ കോരിയിടുന്നതെന്ന് വ്യക്തമായ ധാരണ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഇവിടുത്തെ പ്രതിപക്ഷമായാലും ഭരിക്കണ മുന്നണിയായാലും അവർ ചില ആളുകളുടെ മനസ്സിൽ അനാവശ്യമായ വിചാരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് വോട്ട് എങ്ങനെയും നേടുക എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം. അതിനുവേണ്ടി മമ്മൂട്ടിനെയൊക്കെ വെറുതെ ഉപയോഗിക്കും.